Welcome to BSC Physics, Semester 1, Paper 1, Mechanics and Properties of Matter. Today's topic is the cantilever, elasticity, the cantilever, chapter unit 4. And this is the 42nd lecture. Paper 1, Mechanics and Properties of Matter, Semester 1, BSC Main Physics, chapter elasticity. The topic is cantilever, 42nd lecture. And you see, what's a cantilever? The first part is what is a cantilever. And before starting cantilever, we write essay question, a complete essay question. Here we give this essay in the question answer model. We write a question first and then discuss answer. The question is, what is a cantilever? Derive an expression for the depression at the free end of a cantilever, clamped at one end and loaded at the other end. This is the question for cantilever, essay type. What is a cantilever? Derive an expression for the depression at the free end of a cantilever, clamped at one end and loaded at the other end. You note the spelling of cantilever, cantilever. cantilever, cantilever. ഒരു കാന്റിലിവർ എന്നാൽ എന്താണ്? അതിൻ്റെ ഫ്രീ എൻഡ് ഉണ്ടാകുന്ന ഡിപ്രഷൻ കണ്ടുപിടിക്കുക, അതിൻ്റെ എക്സ്പ്രഷൻ കണ്ടുപിടിക്കുക. അതാണ് ക്വസ്റ്റ്യൻ. ഈ പടത്തിൽ കാണുന്നതാണ് കാന്റിലിവർ. റൈറ്റ് സൈഡിലെ ചിത്രം ഒന്ന് നോക്കുക. ഒരു കാന്റിലിവർ എന്ന് പറഞ്ഞാൽ ഒരു മേശപ്പുറത്ത് നമ്മൾ ഉറപ്പിച്ചിരിക്കുന്ന ഒരു മീറ്റർ സ്കെയിൽ, ഒരു 50 സെൻറ്റിമീറ്റർ നീളത്തിൽ ഒരു 40 സെൻറ്റിമീറ്റർ നീളം പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിൽ ഉറപ്പിച്ചിരിക്കുന്ന ഒരു മീറ്റർ സ്കെയിലെ കാന്റിലിവർ എന്ന് പറയാം. അതൊരു ടേബിളിൻ്റെ പുറത്താണ് ആണിയിട്ട് നമ്മൾ ആണി ഉറപ്പിച്ച് നമ്മൾ പിടിപ്പിക്കുകയാണ്. ആണ് ഫിക്സഡ് എൻഡ്. അത് അവിടെ മേശപ്പുറത്ത് ശക്തമായിട്ട് ഉറപ്പിക്കും. ഒരു സ്ക്രൂ കൊണ്ട് പറ്റേറ്റ ഒരു 50 സെൻറ്റിമീറ്റർ വീതം തള്ളി നീക്കും. ആ തള്ളി നിൽക്കുന്ന ഭാഗത്തെയാണ് കാന്റിലിവറിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. അതിൻ്റെ അറ്റത്ത്, രണ്ടാമത്തെ അറ്റത്ത് നമ്മൾ ഫ്രീ എൻഡ് എന്ന് പറയും. കാന്റിലിവറിന് 2 അറ്റമുണ്ട്. ഒരു ഫിക്സഡ് എൻഡ് എ, പിന്നെ ഒരു ഫ്രീ എൻഡ് ബി. ബിയിലാണ് നമ്മൾ ലോഡ് സസ്പെൻഡ് ചെയ്യുന്നത്. ആ ഫ്രീ എൻഡിൽ ലോഡ് സസ്പെൻഡ് ചെയ്യുമ്പോൾ കാന്റിലിവർ വളഞ്ഞു വരും, താഴോട്ട് വളയും, ബെൻഡ് ചെയ്യും. ഒരു പ്രത്യേക ലോഡ് ഇടുമ്പോൾ ആ ഫ്രീ എൻഡിന് ഒരു ഡിപ്രഷൻ ഉണ്ടാകും. ആ ഡിപ്രഷൻ ഇസഡ് എന്നാണ് സാധാരണ എഴുതുന്നത്. ഇസഡ് എത്രയാണ് അത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. ഇപ്പോൾ കാന്റിലിവറിൻ്റെ ചിത്രമാണ് കാണിച്ചിരിക്കുന്നത്. എ ബി ആണ് കാന്റിലിവർ. എയിൽ അത് ഫിക്സഡ് ആണ്, ബി ഫ്രീ ആയിട്ട് നിൽക്കും. ഒരു 40-50 സെൻറ്റിമീറ്റർ ഒരു മീറ്റർ സ്കെയിൽ മേശപ്പുറത്ത് നിന്ന് തള്ളി നിൽക്കുന്നതായിട്ട് കാണിച്ചാൽ, മേശയുടെ വക്കിൽ നിന്ന് തള്ളി നിൽക്കുന്നതായിട്ട് കാണിച്ചാൽ അതിനെ നമ്മൾ കാന്റിലിവർ എന്ന് പറയും. ആ ഫ്രീ എൻഡിൽ നമ്മൾ ഭാരം തൂക്കും, അത് കീഴ്പോട്ട് ഡിപ്രസ്ഡ് ആകും. ഡിപ്രഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യുക. You look, a thin beam clamped horizontally and at one end and loaded at the other end is called a cantilever. So what's a cantilever? A thin beam, meter scale example. A thin beam clamped horizontally at one end and loaded at the other end is called a cantilever. The depression at the free end of the cantilever, loaded end of the cantilever is given by ആ എക്സ്പ്രഷൻ നമ്മൾ മുൻകൂർ എഴുതുകയാണ്, എന്നിട്ടാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. The depression is given by Z is equal to WL cubed by 3yk square. WL cubed by 3yk square, where W is equal to weight suspended, L is length of the cantilever, Y Young's modulus, and AK square, you know, it is the geometrical moment of inertia. Z is equal to WL L cubed, you understand, L cubed, not L square. WL cubed by 3yk square, where W is the weight suspended, L is length of the cantilever, Y Young's modulus, and AK square is geometrical moment of inertia. Now we find the expression. This expression we calculate. So expression we have written as WL cubed by 3yk square. അത് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നു.
കണ്ടുപിടിക്കുന്നത് നമ്മൾ ചിത്രം വരക്കണം, ഈ കാണുന്ന പോലെ. ആ ചിത്രം ഞാനൊന്ന് ഇലാബറേറ്റ് ആയിട്ട് കാണിക്കാം. ഇതാണ് ആ ചിത്രം, നോക്കുക. ആ ചിത്രത്തിൽ അപ്പോൾ ഇത് നോക്കി വരയ്ക്കണം. ആ മേശയുടെ അറ്റമാണ് ഇങ്ങേറ്റത്ത് കാണിക്കുന്നത്. എ ആണ് ഫിക്സഡ് എൻഡ്. ഭാരം ഇടാത്തപ്പോൾ ആ കാലിവറിൻ്റെ പൊസിഷനാണ് എ ബി എന്ന് പറയുന്നത്. നമ്മൾ ഭാരം WSMG എന്ന് പറയും. WSMG താഴെ, W ഗ്രാം വെയിറ്റ്, അല്ലെങ്കിൽ WSMG ക്യാപിറ്റൽ സ്മോൾ ജി. അതിടുമ്പോൾ ആ കാലിവർ വളഞ്ഞ് താഴോട്ട് വരും, AB1 വരും. AB1 താഴത്തറ്റം B1 ആണെങ്കിൽ AB1 വരും. അങ്ങനെ വളഞ്ഞിരിക്കും. അപ്പം അത്രയേ ഉള്ളൂ പടം ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ AB ആണ് കാൻലിവർ. നമ്മൾ ബിയിൽ ഭാരം ഇടുമ്പോൾ, W ഇടുമ്പോൾ അത് വളഞ്ഞ് AB1 വരും. ആ ലോഡിൻ്റെ തൊട്ടുമുകളിൽ കാണുന്ന പോയിന്റ്. എന്നിട്ട് പിന്നെ ഒരു ചെറിയൊരു കൺസ്ട്രക്ഷൻ ഉണ്ട് കേട്ടോ. ആ കൺസ്ട്രക്ഷനാണ് ബാക്കി വരച്ചിരിക്കുന്നത്. ആ കൺസ്ട്രക്ഷൻ വരയ്ക്കാനായിട്ട് നമ്മൾ ആ വളഞ്ഞ കാൻലിവറിൻ്റെ ഭാഗത്ത് PQ എന്ന് 2 പോയിന്റ് ഇടണം. PQ എന്ന് 2 പോയിന്റ്, PQ കാണാമല്ലോ. അവിടെ നിന്ന് 2 ടാൻജൻറ്റ് വരയ്ക്കണം, സൈഡിലേക്ക് ടാൻജൻറ്റ്. ആ ടാൻജൻറ്റ് വന്ന് ആ B1 ലൈനെ മീറ്റ് ചെയ്യും. ആ 2 മീറ്റിംഗ് പോയിന്റ് തമ്മിലുള്ള അകലം DZ എന്നാണ് മാർക്കിയിരിക്കുന്നത്. DZ ഡിപ്രഷൻ്റെ ഒരു ചെറിയ ഭാഗം. ആ ടാൻജൻറ്റുകൾ വന്ന് മീറ്റ് ചെയ്യുന്ന അകലം DZ എന്ന് പറയും. ആ 2 ടാൻജൻറ്റ് ഇടയ്ക്കുള്ള അകലം D θ എന്ന് പറയും. D θയ്ക്ക് താഴെയുള്ള ലെങ്ത് DX എന്ന് പറയും. DX ആ DX അല്ലെങ്കിൽ ആ PQ എന്ന പോർഷൻ്റെ ആ നീളമാണ് DX. ആ PQ O എന്ന് പറയുന്നൊരു പോയിന്റ് ഉണ്ട്, ഒരു സെൻറ്റർ ഓഫ് കർവേച്ചർ ഉണ്ട്. O എന്നുള്ള പോയിന്റിലേക്ക് ആ റേഡിയസ് വെക്ടറുകൾ സബ്റ്റൻഡ് ചെയ്യുന്ന ആംഗിൾ D θ. അപ്പോൾ D θ 2 സ്ഥലത്തുണ്ട്. ടാൻജൻറ്റുകൾക്കിടക്കുള്ള ആംഗിൾ D θ ആണ്. അവയ്ക്ക് പെർപെൻഡിക്കുലറായിട്ടുള്ള റേഡിയസ്, ഇടക്കുള്ള ആംഗിൾ D θ ആണ്. D θ 2 സ്ഥലത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. പടം ക്ലിയറായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ ഇത് നന്നായിട്ട് വരച്ചോളണം. ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം. Let AB be a uniform cantilever of length L. It is loaded at the free end by a weight W. W വെയിറ്റ് ആണ് നമ്മൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. Let Z be the ഏതെങ്കിലും വാല്യൂ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ പടത്തിലേക്ക് തിരിച്ച് പോയി നോക്കണം. Z be the depression produced at the free end. Take a small element PQ of length DX at a distance X from end B1 of the cantilever. B1 നിന്ന് X അകലെയാണ് നമ്മൾ PQ എടുക്കുന്നത്. At the equilibrium of the bend bar, ബാറിൻ്റെ ഇക്വിലിബ്രിയത്തിൽ external couple is internal bending moment. എക്സ്റ്റേണൽ കപ്പിൾ ഇന്റേണൽ ബെൻഡിങ് മൊമെന്റിന് തുല്യമായിരിക്കും ഇക്വിലിബ്രിയത്തിൽ. എന്താണ് കപ്പിൾ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്, W/X. W ആണ് നമ്മൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. X ആണ് PQ അകലം. PQ വളരെ ചെറുതാണ് കേട്ടോ. അപ്പോൾ Qയിലേക്കുള്ള അകലം തന്നെയാണ് Pയിലേക്കുള്ള അകലം. ആ ഫ്രീ എൻഡിൽ നിന്ന്, ലോഡഡ് എൻഡിൽ നിന്ന്. അപ്പോൾ W/X is equal to y(AK²/r). ഇതിന് 1/r കാരണം 1/r is W/X by y(AK²). ഇക്വേഷൻ നമ്പർ 1. ഇനി 1/r നമ്മൾ ആ പടത്തിൽ നിന്ന് കണ്ടുപിടിക്കാൻ പോകുന്നത്. പടത്തിൽ നിന്ന് 1/r കാണുന്നത് എങ്ങനെ നോക്കുക. In the figure, in the triangle, from triangle OPQ, d theta is PQ by OQ. Arc by radius is angle എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. പടത്തിലേക്ക് പോയി നോക്കുക. Therefore d theta is equal to dx by r. PQ എന്നുള്ളത് dx ആണ്. OQ എന്ന് പറയുന്നത് r ആണ്, റേഡിയസ് ഒക്കെ വെച്ച്. OQ എന്ന് പറഞ്ഞാൽ OP, അത് r ആണ്. Again, in the figure d theta is dx by x. അപ്പോൾ നമ്മൾ ആ ടാൻജൻറ്റിൻ്റെ അകലം DZ-ഉം അങ്ങനെയുള്ള ദൂരം X. കാരണം PQ വളരെ ചെറുതായതുകൊണ്ട് നമ്മൾ പിന്നെ ആ ഫ്രീ എൻഡിൽ നിന്ന് PQ-യിലേക്കുള്ള അകലം, Qയിലേക്കുള്ള അകലം X ആയിട്ട് എടുത്താൽ മതി. കാരണം PQ നെഗ്ലിജിബിളി സ്മോൾ ആണ്. d theta is dz by x since PQ is negligible. അപ്പോൾ ഇത് d theta-യുടെ മറ്റൊരു ഇക്വേഷനാണ് dz by x എന്നുള്ളത്. തൊട്ട് മുകളിൽ d theta-യുടെ വേറൊരു ഇക്വേഷനാണ് dz by r എന്നുള്ളത്.
അപ്പോൾ ഡി തീറ്റയ്ക്ക് രണ്ട് ഇക്വേഷൻ, ഒന്ന് ഡി സെഡ് ബൈ ആർ, ഒന്നാമത്തത് ഡി എക്സ് ബൈ ആർ, രണ്ടാമത്തെ ഡി സെഡ് ബൈ എക്സ്. ഫസ്റ്റ് ഇക്വേഷൻ മുകളിൽ കാണുന്നത് ഡി തീറ്റ ഇസ് ഡി എക്സ് ബൈ ആർ. സെക്കൻഡ് ഇക്വേഷൻ ഇവിടെ ഡി തീറ്റ ഇസ് ഡി സെഡ് ബൈ എക്സ്. അതിനോട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഡി എക്സ് ബൈ ആർ ഈസ് ഡി സെഡ് ബൈ എക്സ്. ഇതിനകത്ത് 1/r കാണുമ്പോൾ ഡി സെഡ് ബൈ എക്സ് ഡി എക്സ്, ഡി സെഡ് ബൈ എക്സ് ഡി എക്സ് എന്ന് കിട്ടും. അപ്പോൾ ഇത് 1/rന്റെ ഒരു ഇക്വേഷൻ, ഇത് രണ്ടാമത്തെ ഇക്വേഷനായിട്ട് കൂട്ടാം. തൊട്ട് മുകളിൽ കിട്ടിയ 1/rന്റെ ഇക്വേഷൻ ഡബ്ല്യു ഇൻറ്റു എക്സ് ബൈ വൈ എ കെ സ്ക്വയർ, അത് ഒന്നാമത്തെ ഇക്വേഷൻ എന്ന് പറയാം. രണ്ടും 1/r ആയതുകൊണ്ട് നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. Equating equations 1 and 2. Equating 1 and 2, we get dx by dz by x dx is equal to w into x by y a k square. dz കാണുമ്പോൾ cross multiply w into x square into dz by y a k square എന്ന് പറയും. w into x square dx by y a k square, അതാണ് dz-ൻ്റെ ഇക്വേഷൻ. അപ്പോൾ ഇതൊരു സ്മോൾ ഡിപ്രഷനാണ്. ആ പി ക്യു എന്ന് പറയുന്ന എലമെൻറ്റിൻ്റെ ഡിപ്രഷനാണ്. പി ക്യു എലമെൻറ്റിൻ്റെ ഡിപ്രഷൻ, അത് താഴേക്ക് ഫ്രീ എൻഡിൽ എത്രമാത്രം താന്ന് ഇരിക്കുന്നു അത് കാണിക്കുന്ന ഇക്വേഷനാണ് ഡി സെഡ്. ഡി സെഡ് ഈസ് ഈക്വൽ ഡബ്ല്യു എക്സ് സ്ക്വയർ ഡി എക്സ് ബൈ വൈ എ കെ സ്ക്വയർ. അപ്പോൾ കംപ്ലീറ്റ് ഈ ബീമിൻ്റെ ക്യാൻഡിലിവറിൻ്റെ ഡിപ്രഷൻ കാണാനായിട്ട് ഇത് നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. സോ ദിസ് ഇക്വേഷൻ ഡി സെഡ് ഈസ് ദി ടോട്ടൽ ഡിപ്രഷൻ അറ്റ് then the total depression at the free end is obtained by integrating the above expression between limits x is equal to 0 and L. അപ്പോൾ എക്സിൻ്റെ വാല്യൂ, എക്സ് നമ്മൾ ഫ്രീ എൻഡിൽ നിന്ന് നടക്കുന്നത്, അപ്പോൾ എക്സിൻ്റെ വാല്യൂ 0 to L വരെ മാറാം. അപ്പോൾ ആകെ ഡിപ്രഷൻ കാണാൻ ആ മുകളിൽ കാണുന്ന ഇക്വേഷനെ നമ്മൾ 0 to L ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ മതി. ആകെ ആ ബീമിൻ്റെ കാൻഡിലിവറിൻ്റെ ഫ്രീ എൻഡിലുള്ള ഡിപ്രഷൻ കാണാൻ നമ്മൾ 0 to L ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ മതി. Therefore, z is equal to integral 0 to L w x square dx by y a k square. അപ്പോൾ അതിൽ ആ കോൺസ്റ്റൻ്റ് ടേം നമ്മൾ ഇൻ്റഗ്രേഷൻ സൈനിൻ്റെ മുന്നിൽ കൊടുക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന z is equal to w by y a k square integral 0 to L x square dx. And you know x square dx integral is squared by 3. So z is w by y a k square is cubed by 3 from 0 to L. That is x is equal to w by 3y a k square into L cubed minus 0 equal w L cubed by 3y a k square. Z is equal to w L cubed by 3y a k square. That is the expression for total depression. Question number 3. Here is the depression at the free end of a cantilever. ഇനി ഇക്വേഷൻ ഒന്ന് മോഡിഫൈ ചെയ്ത് യങ്സ് മോഡുലസിന് ഉള്ള ഇക്വേഷൻ പറയും. ഇസഡ് മാറ്റി യങ്സ് മോഡുലസിൻ്റെ ഫോമിലേക്ക് ഇക്വേഷനെ ഒന്ന് മാറ്റണം. ആൻഡ് യു ലുക്ക് ഹിയർ, ഡബ്ല്യു എസ് എം ജി, എം എന്നുള്ള ഭാരം എഴുതുന്നെങ്കിൽ ഡബ്ല്യു എസ് എം ജി സ്മോൾ എം ജി ഇട്ടാലും മതി, ക്യാപിറ്റൽ എം ജി എഴുതാം. ജി ആക്സിലറേഷൻ ടു ഗ്രാവിറ്റി. Therefore and a k square, you know, for a rectangular bar a k square is b d cubed by 12. Therefore geometrical moment of inertia of a rectangular bar is given by b d cubed by 12. Therefore z is equal to, put the value in the expression for z above expression, z is equal to mg L cubed by 3y into b d cubed by 12. That is z is equal to 3 and 3 will cancel and 4 will go to numerator. Z is equal to 4mg L cubed by yb d cubed. That is y is equal to 4mg by b d cubed L cubed by z. And this is expression for Young's modulus. The Young's modulus of the material of the bar is given by the equation y is equal to 4mg by b d cubed L cubed by z. L cubed by z we put in a bracket and all terms in front are constants. M is the mass suspended, which may be 100 gram, G 9.8, B is equal breadth of the scale 2.5
centimeter nearly, and D is equal to thickness of the scale, which is about 0.5 centimeter for usual scale in the laboratory. That we can find using a screw gauge. The breadth can be found by vernier caliper, and thickness of the meter scale can be found using a screw gauge. The breadth of the scale usually is 0.5 centimeter, and thickness is about 0.5 or 0.6 centimeter. Experimental determination of Young's modulus using cantilever. അപ്പോൾ ഈ എക്സ്പ്രഷൻ കണ്ടുപിടിച്ചതിന് ശേഷം ഇത് വെച്ചിട്ട് യങ്സ് മോഡുലസ് കാണുന്നതിൻ്റെ എക്സ്പെരിമെൻ്റ് എന്താണ്? ഈ എക്സ്പെരിമെൻ്റ് ആണ് നിങ്ങൾ ലാബിൽ പ്രാക്ടിക്കൽ ചെയ്യുക. ലാബിൽ പ്രാക്ടിക്കൽ ചെയ്യുന്നത് പല മെത്തേഡുണ്ട്. ഒരു മെത്തേഡ് പിൻ ആൻഡ് മൈക്രോസ്കോപ്പ് മെത്തേഡ് എന്നാണ് പറയുന്നത്. പിൻ ആൻഡ് മൈക്രോസ്കോപ്പ് മെത്തേഡ്. പിന്നെ ഒപ്റ്റിക്കൽ ഓരോ മെത്തേഡൊക്കെ ഉണ്ട്. അത് ലാബിലെ സൗകര്യവും സാവകാശം വെച്ചാണ് ഇപ്പോൾ ചെയ്യുന്നത്. എക്സ്പെരിമെൻ്റൽ ഡിറ്റർമിനേഷൻ ഓഫ് യങ്സ് മോഡുലസ് യൂസിങ് കാൻറ്റിലിവർ. യങ്സ് മോഡുലസ് യൂസിങ് കാൻറ്റിലിവർ. കാൻറ്റിലിവർ ഉപയോഗിച്ച് യങ്സ് മോഡുലസ് കാണുന്ന രീതി. ദ മെത്തേഡ് ഡിസ്കസ്ഡ് ഹിയർ ഈസ് pin and microscope method. What is it? Given beam is clamped rigidly at one end of one end A. At the other end, a weight hanger is suspended by repeated loading and loading. നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ കാൻറ്റിലിവർ തയ്യാറാക്കണം. കാൻറ്റിലിവർ നീക്കാവുന്നവർ തയ്യാറാക്കണം. മേശയുടെ വക്ക്, ആ മേശയുടെ വക്കിൽ മീറ്റർ സ്കെയിൽ ക്ലാമ്പ് ചെയ്യണം. അപ്പോൾ എ ബി ആണ് മീറ്റർ സ്കെയിൽ. അതിൻ്റെ നീളം ഒരു 40 സെൻറ്റിമീറ്റർ എടുക്കണം. അപ്പോൾ ഇതിലെടുക്കുന്നത് എപ്പോഴും മേശയുടെ വക്കിൽ നിന്ന് എടുക്കാനായിട്ട്. അല്ല സ്കെയിലിൽ മൊത്തം നീളമല്ല, വക്കിൽ നിന്ന് നമ്മൾ നീളം എടുക്കണം. 3 ഇഞ്ച് വരെ. അവിടെ നമ്മളൊരു നൂല് കൊണ്ടൊരു ലൂപ്പ് ഇടണം. ഒരു പോയിൻ്റർ, ഒരു പിന്ന് മേപ്പോട്ട് അറേഞ്ച് ചെയ്ത് വെക്കണം. റീഡിങ് നോക്കാൻ ഒരു മൈക്രോസ്കോപ്പ്, വെർനിയർ മൈക്രോസ്കോപ്പ്, ട്രാവൽ മൈക്രോസ്കോപ്പ് ആ ടിപ്പ് ഓഫ് ദി പിന്നിൽ പോയിന്റ് ചെയ്യണം. എന്നിട്ട് ടിപ്പ് ഓഫ് ദി പിൻ മൈക്രോസ്കോപ്പിൽ കാണണം. ഒരു വെയിറ്റ് ഹാങ്ങർ താഴെ സസ്പെൻഡ് ചെയ്യണം. ആ വെയിറ്റ് mg എന്നുള്ളത് 50 ഗ്രാം, 100 ഗ്രാം, 150 ഗ്രാം ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതാണ് കാലിബർ അറേഞ്ച്മെൻറ്റ്. ബൈ റിപ്പീറ്റഡ് ലോഡിങ് ആൻഡ് അൺലോഡിങ് ദ ബീം ഈസ് റെൻഡേർഡ് ഇൻ ആൻ ഇലാസ്റ്റിക് മൂഡ്. നമ്മൾ ഇലാസ്റ്റിസിറ്റിയിൽ ഏത് എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോഴും ഒരു റിപ്പീറ്റഡ് ലോഡിങ് ആൻഡ് അൺലോഡിങ് ഇനിഷ്യലായിട്ട് നടത്തണം. അങ്ങനെ നടത്തുമ്പോൾ ഈ റോഡ് ഒരു ഇലാസ്റ്റിക് മൂഡിലേക്ക് വരും. ഇലാസ്റ്റിസിറ്റിയിലെ പരീക്ഷണം ചെയ്യുമ്പോൾ നമ്മൾ ഇത്തരം ബീമുകളെ ഒരു ലോഡിങ് അൺലോഡിങ് നടത്തണം ഇനിഷ്യലായിട്ട്. അങ്ങനെ നടത്തുമ്പോൾ ഈ റോഡിന് ഒരു വഴക്കം കിട്ടും, ഈ ബീമിന് ഒരു വഴക്കം കിട്ടും, ഒരു ഇലാസ്റ്റിക് മൂഡിലെത്തും. അപ്പോൾ തെറ്റ് സംഭവിക്കില്ല. എ പിൻ പി ഈസ് പ്ലേസ്ഡ് അറ്റ് ദ എൻഡ് ബി. ഒരു പിൻ പി എൻഡ് ബി അറേഞ്ച് ചെയ്യണം. ആൻഡ് എ മൈക്രോസ്കോപ്പ് ഈസ് ഫോക്കസ്ഡ് അറ്റ് ദി ടിപ്പ് ഓഫ് ദി പിൻ. ഒരു മൈക്രോസ്കോപ്പ് പിൻ്റെ ടിപ്പിൽ നമ്മൾ ഫോക്കസ് ചെയ്യണം. അപ്പോൾ അടുത്തിൽ പി പിന്നാണ് എ മൈക്രോസ്കോപ്പ്. മൈക്രോസ്കോപ്പ് ആ ടോപ്പിൽ കാണാം, മുകളിൽ റൈറ്റ് സൈഡിൽ. അത് ഒരു വെർനിയർ മൈക്രോസ്കോപ്പ് എന്നോ അല്ലെങ്കിൽ ട്രാവൽ മൈക്രോസ്കോപ്പ് എന്നോ പറയും. റീഡിങ് എടുക്കാം. ടിപ്പ് ഓഫ് ദി പോയിൻ്റർ, ടിപ്പ് ഓഫ് ദി പിൻ നമുക്ക് മൈക്രോസ്കോപ്പിൽ കിട്ടും, ഐ പി എസ് കിട്ടും. എന്നിട്ട് റീഡിങ് എടുക്കുകയും ചെയ്യാം. ഒരു മൈക്രോമീറ്റർ ഐ പി എസ് എപ്പോഴും ഈ ട്രാവലിംഗ് മൈക്രോസ്കോപ്പിൽ ഉണ്ടായിരിക്കും. വിത്ത് എ ഡെഡ് വെയ്റ്റ് W0, അതായത് നമുക്ക് റീഡിങ് എടുക്കേണ്ടാത്ത ഒരു വെയിറ്റ് ആണത്. വിത്ത് എ ഡെഡ് വെയ്റ്റ് W0 50 ഗ്രാം ഇട്ടാൽ മതി. വിത്ത് എ ഡെഡ് വെയ്റ്റ് W0 ഇൻ ദി വെയിറ്റ് ഹാങ്ങർ റീഡിങ് ഓഫ് ദി മൈക്രോസ്കോപ്പ് ഈസ് ടേക്കൺ. ഒരു W0 എന്നുള്ള വെയിറ്റ് അത് നോട്ട് ചെയ്യണ്ട, അത് ഇട്ടുകൊണ്ട് റീഡിങ് എടുക്കുക. വെയിറ്റ് ഹാങ്ങിൽ ഇട്ടിട്ട് റീഡിങ് എടുക്കുക. വെയ്റ്റ്സ് ആർ ദെൻ നോട്ടഡ് ഇൻ സ്റ്റെപ്സ് ഓഫ് 50 ഗ്രാം. വെയ്റ്റ്സ് ഒരു 50 ഗ്രാം വെച്ച് പടിപടിയായി കൂട്ടുക. ആൻഡ് റീഡിങ്സ് ആർ ടേക്കൺ, റീഡിങ് എടുക്കണം. വെയ്റ്റ്സ് ആർ ദെൻ റിമൂവ്ഡ് ഇൻ സ്റ്റെപ്സ് ഓഫ് 50 ഗ്രാം ആൻഡ് റീഡിങ്സ് ആർ ടേക്കൺ. വെയിറ്റ് പിന്നെ ഓരോന്ന് മാറ്റണം. നമ്മൾ 50 ഗ്രാം വെച്ച് പടിപടിയായിട്ട് ഒരു 300 ഗ്രാമിലേക്ക് കൂട്ടാം. എന്നിട്ട് ഓരോ കേസ് റീഡിങ് എടുക്കണം. എന്നിട്ട് 50 ഗ്രാം വെച്ച് പടിപടിയായിട്ട് മാറ്റിയിട്ടും റീഡിങ് എടുക്കണം. ആ 2 റീഡിങ്ങിൻ്റെ ശരാശരിയാണ് നമ്മൾ ഇവിടുത്തെ റീഡിംഗ് ആയിട്ട് വരുന്നത്. റീഡിങ്സ് ആർ ടേക്കൺ. ദി ആവറേജ് ഈസ് ഫൗണ്ട് ഔട്ട്.
The mean difference Z for a load. The mean difference Z for a load M is calculated. ഒരു 100 ഗ്രാം ലോഡിനുള്ള ഇസഡ് ഡിപ്രഷൻ നമ്മൾ കണ്ടുപിടിക്കണം. ക്യാപിറ്റൽ the length L of the beam between clamped end and loaded end is measured. ഫിക്സഡ് എൻഡും ഫ്രീ എൻഡും തമ്മിലുള്ള അകലവും നമ്മൾ അളക്കണം. അത് മിക്കവാറും 40 സെൻറ്റിമീറ്റർ ആയിട്ട് നമ്മൾ ആദ്യമേ തന്നെ അറേഞ്ച് ചെയ്യണം, അല്ലെങ്കിൽ 50 സെൻറ്റിമീറ്റർ ആയിട്ട്. 2-3 ലെങ്തിന് ഇത് ചെയ്യാൻ പറ്റുള്ളൂ, ലാബിൽ സമയം കിട്ടുള്ളൂ. കാരണം അതിന് മാത്രം കുറച്ച് കാൽക്കുലേഷനുള്ള ഒരു എക്സ്പെരിമെൻ്റാണ് ഇത്. The breadth B and thickness D are also measured. സ്കെയിലിൻ്റെ ബീമിൻ്റെ ബ്രെഡ്ത്തും തിക്നെസ്സും അളക്കണം. ബ്രെഡ്ത്ത് അളക്കാൻ നമ്മളൊരു സ്ക്രൂ ഗേജും, ബ്രെഡ്ത്ത് അളക്കാൻ നമ്മളൊരു വെല്ലർ കാലിപ്പേഴ്സും, തിക്നെസ് അളക്കാൻ നമ്മളൊരു സ്ക്രൂ ഗേജ് ഉപയോഗിക്കും. ഇപ്പോൾ സ്ക്രൂ ഗേജിൻ്റെയും വെല്ലർ കാലിപ്പേഴ്സിൻ്റെയും ടാബുലേഷനും നമ്മൾ പ്രാക്ടിക്കൽ റെക്കോർഡിൽ എഴുതേണ്ടതാണ്. Then Young's modulus of the material of the beam is calculated by the equation. Young's modulus നമ്മൾ പഠിച്ച ഫോർമുല വെച്ച് എഴുതും. Y is 4mg, M capital അത് 100 ഗ്രാം, 4mg by BD cubed L cubed by Z. ആ ഫോർമുല വെച്ച് കണ്ടുപിടിക്കും. L എന്നുള്ള ലെങ്ത്, Z ഡിപ്രഷൻ ഫോർ എ ലോഡ് ക്യാപിറ്റലും 100 ഗ്രാം ആയിട്ട് നമ്മൾ അറേഞ്ച് ചെയ്യും. അത് പ്രാക്ടിക്കൽ ഹാൻഡ് ബുക്കിലൊക്കെ പ്രത്യേകം പറയുന്നുണ്ട് എങ്ങനെയാണ് കാണുന്നതൊക്കെയുള്ള. ബിയും ഡിയും ബ്രെഡ്ത്തും തിക്നെസ്സും. അങ്ങനെ യങ്സ് മോഡുലസ് കണ്ടുപിടിക്കാം. യങ്സ് മോഡുലസ് ഈസ് കാൽക്കുലേറ്റഡ് ബൈ ദി ഇക്വേഷൻ y is equal to 4mg by BD cubed into L cubed by Z. അപ്പോൾ വൈയുടെ ഇക്വേഷൻ പ്രത്യേകം പഠിച്ചുകൊള്ളാം. ഇസഡിൻ്റെ ഇക്വേഷൻ പഠിക്കുന്ന പോലെ വൈയുടെ ഇക്വേഷൻ പ്രത്യേകം പഠിക്കണം. ഈ ഇക്വേഷൻ നേരിട്ട് അപ്ലൈ ചെയ്യുന്ന രീതിയിലുള്ള പ്രോബ്ലം പരീക്ഷയ്ക്ക് ചോദിച്ചു കാണാറുണ്ട്. പ്രോബ്ലംസ് യൂസിങ് ദിസ് ഇക്വേഷൻ ഈസ് എ ക്വസ്റ്റ്യൻ. പ്രോബ്ലം ഈസ് എ ക്വസ്റ്റ്യൻ in your examination. അപ്പോൾ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞത് അതിൻ്റെ ആൻസർ ആയിട്ടാണ് ഇതുവരെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത്. ആ ക്വസ്റ്റ്യൻ വേറൊരു ഫോമിൽ വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണ്. നോക്കി, എക്സ്പ്ലെയിൻ വിത്ത് തിയറി ഇത് കാൻഡിലിവർ എക്സ്പെരിമെൻറ്റ് ടു ഡിറ്റർമിൻ യങ്സ് മോഡുലസ്. ഇപ്പോൾ തിയറിയും കംപ്ലീറ്റ് പറയണം. ഈ നേരത്തെ പറഞ്ഞ കംപ്ലീറ്റ് കാര്യങ്ങളാണ് ഈ ക്വസ്റ്റ്യൻ്റെയും ഉത്തരം. പിന്നെ ഒരു ഷോർട്ട് ആൻസർ നമ്മൾ പറഞ്ഞതാണ്. എ കാൻഡിലിവർ ഈസ് മോർ ലൈക്ലി ടു ബ്രേക്ക് അറ്റ് ദി ഫിക്സഡ് എൻഡ് വൈ. എ കാൻഡിലിവർ ഈസ് മോർ ലൈക്ലി ടു ബ്രേക്ക് അറ്റ് ദി ഫിക്സഡ് എൻഡ് വൈ. ഒരു കാൻഡിലിവർ അതിന് ഒടിയാൻ സാധ്യത അതിന് ഫിക്സഡ് എൻഡിനോട് ചേർന്നതാണ്, അല്ലാതെ ഫ്രീ എൻഡിലല്ല. ഇപ്പം നമുക്കറിയാലോ, കാൻഡിലിവർ എന്ന് പറഞ്ഞാൽ ഒരു ബീം തള്ളി നിൽക്കുന്നതാണ്. അത് നമ്മൾ കിരിപ്പോട്ട് വളച്ച് ഒടിക്കാൻ ശ്രമിച്ചാൽ അത് ഒടിയുന്നത് ആ മേശയുടെ വക്കിൽ വെച്ചായിരിക്കും ഒടിയുന്നത്, അല്ലാതെ അങ്ങോട്ട് മാറി ഒടിയത്തില്ല. അതിന് കാരണം എന്താണ്? ഇപ്പോൾ വിറക് കൊള്ളിയൊക്കെ പണ്ടൊക്കെ ഒടിക്കാറുള്ള ആൾക്കാർ, വിറക് കൊള്ളി, ഒരു വടി, വിറക് കൊള്ളി, അത് നമ്മൾ മുട്ടിലോ ഒക്കെ വെച്ചിങ്ങനെ ഒടിക്കും. അപ്പോൾ എവിടെയാ മുട്ട് കൊടുക്കുന്നത് അവിടെ വെച്ചാണ് ഒടിയുന്നത്, അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഒടിയത്തില്ല. അതുപോലെ കാൻഡിലിവർ മേശപ്പുറത്ത് ഉറപ്പിച്ചിട്ട് ഫ്രീ എൻഡിൽ ലോഡ് ചെയ്യുമ്പോൾ കൂടുതൽ ഭാരം വന്നാൽ ചിലപ്പോൾ ഒടിയും. എവിടെ വെച്ച് ഒടിയും? ഫിക്സഡ് എൻഡിനോട് ചേർന്ന് ഒടിയും, അല്ലാതെ ഫ്രീ എൻഡിനോട് ചേർന്ന് ഒടിയത്തില്ല. അതിൻ്റെ കാരണം എന്താ? അതിൻ്റെ കാരണം ഇതാണ്. ദ എക്സ്റ്റേണൽ ലോഡ് W applied at the free end of the rod. അപ്പോൾ എക്സ്റ്റേണൽ ലോഡ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഈ കാലിബറിൻ്റെ ഫ്രീ എൻഡിലാണ്. ഫ്രീ എൻഡ് ഓഫ് റോഡ്, ഫ്രീ എൻഡ് ഓഫ് കാൻഡിലിവർ. ഫ്രീ എൻഡ് external load is applied to the free end of cantilever. And cantilever exerts a bending torque twice Wx. അപ്പോൾ നമ്മൾ ഫ്രീ എൻഡിൽ W അപ്ലൈ ചെയ്യുമ്പോൾ ഈ കാൻറ്റിലിവർ കൊടുക്കുന്ന
ആ ടോർക്ക് ഡബ്ല്യുവിൻ്റെ എക്സ് ആയിരിക്കും ഫ്രീ എൻഡിൽ, വേർ എക്സ് ഈസ് ദി ഡിസ്റ്റൻസ് ഫ്രം ദ ഫ്രീ എൻഡ്. അപ്പോൾ നമ്മളിങ്ങനെ കാലിബർ ഉറപ്പിച്ചിട്ട് ഫ്രീ എൻഡിൽ അമർത്തി കീഴ്പോട്ട് അമർത്തി അത് ബെൻഡ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒടിയുന്ന ഫിക്സഡ് എൻഡില്ല. അതിന് കാരണം ഫിക്സഡ് എൻഡ് എത്തുമ്പോൾ ഡിസ്റ്റൻസ് എക്സ് ആണ്, ഡബ്ല്യു ആണ് ലോഡ്. അപ്പോൾ കപ്പിളായിട്ട് വരുന്നത് ഡബ്ല്യു ഇൻറ്റു എക്സ്. എക്സ് പരമാവധിയാണ്. അപ്പോൾ കപ്പിൾ കൂടുന്നിടത്ത് വെച്ചാൽ ഒടിയുന്നത്. അതൊരു കാര്യം. ഇത് ഈ ടോർക്ക് ഓർ കപ്പിൾ ഈസ് മാക്സിമം അറ്റ് എക്സിസിയൽ, അതായത് ഫിക്സഡ് എൻഡിൽ. ഇത് ടോർക്ക് ഈസ് മാക്സിമം അറ്റ് എക്സിസിയൽ, ദാറ്റ് ഈസ് അറ്റ് ദ ഫിക്സഡ് എൻഡ്. ഹെൻസ് cantilever is more likely to break near the fixed end. അപ്പോൾ ഫിക്സഡ് എൻഡിൽ ടോർക്ക് കപ്പിൾ മാക്സിമം വരുന്നതുകൊണ്ട് അവിടെ വെച്ചാണ് ഇത് ഒടിയുന്നത്, അല്ലാതെ ഫ്രീ എൻഡിലല്ല. ഫ്രീ എൻഡ് ഓഫ് ഇറ്റ് ആണ്. ദ കാലിബർ എക്സേർട്സ് എ ബെൻഡിങ് ടോർക്ക് twice W into X. That is all with your 40-second lecture on paper 1, Mechanics and Properties of Matter. Thank you very much.